പാകിസ്ഥാനിൽ ഭരണകൂടത്തിനു മുകളിൽ പട്ടാള മേധാവിയെ ഒരിക്കൽ കൂടി അമേരിക്ക പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അവിടെ എന്നൊക്കെ പട്ടാളം അധികാരമാളിയിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യക്കെതിരെ വലിയ പ്രകോപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജനറൽ അസീം മുനീർ പാകിസ്ഥാനിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ഇന്ത്യ വിരുദ്ധത കൊണ്ടാണ്. പഹൽഗാം ആക്രമണം അസീം മുനീർ നേരിട്ട് ആസൂത്രണം ചെയ്തതാണ് എന്നാണ് ഇന്ത്യ കരുതുന്നത്. അസീം മുനീർ ഓരോ തവണയും മൈക്കിന് മുന്നിലെത്തുമ്പോഴും കയ്യടി വാങ്ങുന്നത് ഇന്ത്യക്കെതിരായ പ്രസ്താവനകളുടെ പേരിലാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അസീം മുനീറിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് ഇന്ത്യക്കാണ്. ഷഹബാസ് ഷെരീഫ് സർക്കാർ പാവ എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത വിധത്തിൽ അപ്രസക്തമായി കഴിഞ്ഞു. മുഴുവൻ തീരുമാനങ്ങളും എടുക്കുന്നതും കാര്യങ്ങൾ നടത്തുന്നതും അസീം മുനീറാണ്. സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. പാകിസ്ഥാൻ വീണ്ടും പട്ടാള ഭരണത്തിലോ? റിലയൻസിന്റെ ഗുജറാത്ത് ജാംനഗറിലെ റിഫൈനറി ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ്. അത് തകർത്ത് കളയും എന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഏറ്റവും ഒടുവിൽ നടത്തിയ ഭീഷണി. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് ജാംനഗർ റിഫൈനറിക്കെതിരായ ഭീഷണി. ഇന്ത്യയുടെ സമ്പദ് കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന മട്ടിൽ ഒരു പാകിസ്ഥാൻ സൈനിക മേധാവി ആദ്യം നടത്തുന്ന പ്രസ്താവനയാണിത്. ഇങ്ങനെയൊരു പ്രസ്താവന നടത്തേണ്ടത് ലോകത്തൊരിടത്തും സൈനിക മേധാവിയല്ല, പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ രാജാവോ ഒക്കെയാണ്. പാകിസ്ഥാനിൽ തെരഞ്ഞെടുത്ത ഭരണകൂടം ഉള്ളപ്പോൾ തന്നെ ഇത്തരം പ്രസ്താവനകൾ ഒക്കെ വരുന്നത് പട്ടാള മേധാവിയിൽ നിന്നാണ്. ഫ്ലോറിഡയിലെ അത്താഴ വിരുന്നിനിടെയാണ് സംഭവം. മുകേഷ് അംബാനിയുടെ ചിത്രം ഉയർത്തിക്കാണിച്ചാണ് അടുത്ത പണി എവിടെയാണ് ചെയ്യേണ്ടതെന്നറിയാം എന്ന് മുനീർ പറഞ്ഞത്. മുകേഷ് അംബാനിയുടെ ചിത്രത്തിനൊപ്പം ഖുറാനിലെ 105-ാം അധ്യായത്തിൽ നിന്നുള്ള വാചകമാണ് ഉദ്ധരിച്ചത്. യമനിലെ ഭരണാധികാരി അബ്രഹ കഅബ നശിപ്പിക്കാൻ ആനകളുടെ പടയുമായി വരുന്നതാണ് അവിടെ വിവരിക്കുന്നത്. ദൈവം അതോടെ കല്ലേന്തിയ പക്ഷികളെ അയക്കുകയും ആ സൈന്യത്തെ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. ക്രിസ്തുവർഷം 570 എന്ന് പ്രതിപാദിക്കുന്ന ആ സംഭവം ഓർമ്മിപ്പിച്ചാണ് അസീം മുനീർ വ്യോമാക്രമണ സൂചന നൽകിയത്. പാകിസ്ഥാന്റെ വ്യോമാക്രമണ പരിധിയിൽ വരുന്നതാണ് ഗുജറാത്തിലെ തന്ത്രപ്രധാനമായ വ്യവസായ കേന്ദ്രങ്ങൾ. പാകിസ്ഥാനിൽ നിന്ന് ഇവയ്ക്ക് ഭീഷണിയുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഒരു പട്ടാള മേധാവി ഇന്ത്യക്കെതിരെ ഇങ്ങനെ തുറന്ന ഭീഷണി മുഴക്കുന്നത് സമീപകാലത്ത് ആദ്യമാണ്. ജനറൽ പർവേസ് മുഷറഫ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരുന്നതൊഴിച്ചാൽ മറ്റു ഭീഷണികളൊന്നും പട്ടാള മേധാവിമാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ജാംനഗർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ചാലക ശക്തിയാണ്. 33 ദശലക്ഷം ടൺ എണ്ണയാണ് ഇവിടെ സംസ്കരിച്ചെടുക്കുന്നത്. ജാംനഗറിന് നേരെയുള്ള ഭീഷണി മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിന്റെ രൂക്ഷമായ പരാമർശം വന്നത്. സ്യൂട്ടണിഞ്ഞ ഒസാമ ബിൻ ലാദനാണ് അസീം മുനീർ എന്നായിരുന്നു ആ പരാമർശം. അത്തരമൊരു ഭീകരനുമായാണ് ട്രംപ് 1.5 മാസത്തിനിടെ 2 കൂടിക്കാഴ്ച നടത്തിയതെന്നും മൈക്കിൾ റൂബിൻ വിമർശിച്ചു. അസീം മുനീറിന്റെ കീഴിൽ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നും അത്തരമൊരു രാജ്യവുമായി എങ്ങനെയാണ് അമേരിക്കയ്ക്ക് സഖ്യമുണ്ടാക്കാൻ സാധിക്കുക എന്നും റൂബിൻ ചോദിച്ചു. ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ നീക്കങ്ങൾ വലിയ തോതിൽ തിരിച്ചടിക്കുമെന്നും റൂബിൻ മുന്നറിയിപ്പ് നൽകി. അസീം മുനീറിനെ മുൻനിർത്തി ട്രംപ് നടത്തുന്ന കളികൾക്ക് അമേരിക്കയിൽ നിന്ന് തന്നെ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. ഇന്ത്യയുമായി ഇനി യുദ്ധം വേണ്ടി വന്നാൽ ലോകത്തിന്റെ പകുതിയെയും ഒപ്പം നശിപ്പിക്കും എന്നായിരുന്നു അസീം മുനീറിന്റെ മറ്റൊരു വിവാദ പരാമർശം. ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന ആ പ്രസ്താവനയും അമേരിക്കയിൽ വച്ചാണ് നടത്തിയത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ട്രംപ് കൈക്കൊണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് അസീം മുനീറിന് പാകിസ്ഥാൻ ഭരണകൂടത്തിനുമേൽ സമ്പൂർണ്ണ നിയന്ത്രണം കിട്ടിയത്. ഇപ്പോൾ പാകിസ്ഥാനിലെ ഓരോ കടലാസ് നീക്കത്തിനും പട്ടാള മേധാവിയുടെ അനുമതി വേണം. ജനറൽ അയൂബ് ഖാൻ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിരുന്ന 1951 മുതൽ 58 വരെയുള്ള കാലമാണ് ഇപ്പോൾ അസീം മുനീർ ഓർമ്മിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ തീരുമാനങ്ങളെല്ലാം അയൂബ് ഖാൻ തന്നെ എടുത്ത ആ കാലത്തിന് ശേഷം സർക്കാരിനെ തന്നെ അട്ടിമറിക്കുകയും ചെയ്തു. സ്വയം ഫീൽഡ് മാർഷൽ ആയി പ്രഖ്യാപിച്ച് 11 വർഷമാണ് അയൂബ് ഖാൻ രാജ്യം ഭരിച്ചത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ അയൂബ് ഖാന്റെ എടുത്തുചാട്ടം മൂലം ഉണ്ടായതാണ്. തുടർന്ന് വന്ന യഹ്യ ഖാനാണ് അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര വഴി തുറന്നത്.
1976 ജനാധിപത്യ സർക്കാരിനെ തകർത്തെറിഞ്ഞ് അധികാരത്തിൽ എത്തിയ സിയ ഉൽ ഹക്കും ഇന്ത്യക്ക് വലിയ ഭീഷണിയായിരുന്നു. 1988 വരെ 12 വർഷമാണ് സിയ ഉൽ ഹക്ക് പാകിസ്ഥാനിലെ ഏകാധിപതിയായി വാണത്. വിമാനം തകർന്ന് കൊല്ലപ്പെടും വരെ അധികാരത്തിൽ തുടരുകയും ചെയ്തു. പിന്നെയാണ് സമീപ ചരിത്രത്തിലെ പർവേസ് മുഷറഫ് അധികാരത്തിൽ എത്തുന്നത്. നവാസ് ഷെരീഫ് സർക്കാരിനെ വീഴ്ത്തി ചുമതല ഏറ്റെടുത്ത മുഷറഫ് 9 വർഷം പാകിസ്ഥാൻ ഭരിച്ചു. പാകിസ്ഥാനിൽ അട്ടിമറിയിലൂടെ അധികാരത്തിൽ എത്തുന്ന ജനറൽമാരെല്ലാം ദീർഘകാലം ഭരിക്കുന്നതാണ് കണ്ടുവരുന്നത്. അത്തരമൊരു ഭരണമാണ് അസിം മുനീർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അസിം മുനീറാണ് പാകിസ്ഥാനെ നയിക്കുന്നത്. പക്ഷേ മുൻ ജനറൽമാരുമായി അതിനൊരു വ്യത്യാസമുണ്ട്. ജനകീയ ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അധികാരം കൈയാളുന്നത്. നേരിട്ട് പട്ടാള ഭരണത്തിലേക്ക് പോയാലുണ്ടാകുന്ന ഉപരോധങ്ങൾ ഒഴിവാക്കാൻ കാണിച്ച ബുദ്ധിയാണിത്. ഏറ്റവും ദുർബലമായ ഒരു സർക്കാരാണ് മുനീറിനെ ഭയന്ന് അവിടെ കഴിയുന്നത്. പട്ടാള അട്ടിമറി ഉണ്ടാകാതെ തന്നെ ഭരണം കൈയാളാൻ സാധിക്കുന്നത് ഇങ്ങനെ ആദ്യമാണ്. ആ പട്ടാള മേധാവിയെ അരിയിട്ട് വാഴിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്തത്. സാമ്പത്തികമായി തകർന്ന രാജ്യത്തെ സർക്കാരിന് മുനീറിനെ അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ദൈനംദിന കാര്യങ്ങൾക്കുള്ള പണം ചെലവഴിക്കാൻ പോലും പട്ടാള ഭരണാധികാരിയുടെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് സർക്കാർ. നവാസ് ഷെരീഫ് ഏറ്റവും ശക്തി ക്ഷയിച്ച നേതാവാണിപ്പോൾ. ഷഹബാസ് ഷെരീഫ് രാജ്യത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ അപ്രഖ്യാപിത വീട്ടുതടങ്കലിലാണ്. പ്രസിഡന്റ് ആസിഫ് അലി സർദാരി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വണ്ണം കെട്ടിയിടപ്പെട്ടു. മകൻ ബിലാവൽ ഭൂട്ടോ ഒരു സ്വാധീനവും ഇല്ലാത്ത നേതാവാണ്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഏതാണ്ട് നാമാവശേഷമായ നിലയിലാണ്. ഇമ്രാൻഖാൻ ഇനി സമീപകാലത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഇമ്രാൻ ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത് ഏറ്റവും വലിയ ശത്രുവായിരുന്നു അസിം മുനീർ. ഇപ്പോൾ മുനീർ അധികാരം കൈയാളാൻ തുടങ്ങിയതോടെ ഇമ്രാന്റെ ജീവന് പോലും ഭീഷണിയുണ്ട്. പാകിസ്ഥാനിൽ ജനാധിപത്യം ഇല്ലാതായാൽ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത് ഇന്ത്യയാണ്. സൈനികമായി ഇന്ത്യയുടെ പരിസരത്ത് പോലും പാകിസ്ഥാൻ വരില്ല. പക്ഷേ മുനീർ പറയുന്നത് പോലെ അവരുടെ കയ്യിലും ആണവായുധമുണ്ട്. പകുതി ലോകത്തെ നശിപ്പിച്ചിട്ടാണെങ്കിലും അത് പുറത്തെടുക്കാൻ മടിക്കില്ല എന്നാണ് ആ പ്രസ്താവന. അതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.